ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ ഫയർബോൾട്ട് 360 എന്ന് പറഞ്ഞ വാച്ചിൻ്റെ റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസത്തിന് മുകളിലായി. അപ്പോൾ ഇനി ഇപ്പോൾ ഉള്ള അവസ്ഥ എന്താണെന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു വാച്ച് തന്നെയാണ്. ബിൽഡ് ക്വാളിറ്റി വൈസ് എല്ലാം ഇതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം നല്ല രീതിയിൽ തന്നെ ഫങ്ഷനിങ് ആണ്. ഒരു ഇഷ്യൂസ് ഇതിനകത്ത് കാണിക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജാണ്. ചാർജ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് 8 ദിവസമെല്ലാം നിൽക്കുന്നതാണ് പറയുന്നത്. പക്ഷേ എന്നാലും എനിക്ക് ഒരു ബാറ്ററി ബാക്കപ്പ് കിട്ടി ഒരു 4 ദിവസം 5 ദിവസം ആകുമ്പോഴത്തേക്ക് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ചാർജ് തീരുന്നുണ്ട്. ഞാനങ്ങനെ അധികം യൂസ് കുറവാണ്, എന്നാലും ചാർജ് ഒരു 4-5 ദിവസം കൊണ്ട് തന്നെ ചാർജ് കംപ്ലീറ്റ് ആയിട്ട് തീരുന്നുണ്ട്. പക്ഷേങ്കിൽ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് നന്ന ഡൗൺ ആയ സമയത്തും നമ്മൾ ഈ ബാറ്ററി സേവർ ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രാവിലെ പോകുന്ന സമയത്ത് ചാർജ് ഒരു 9 മണിയാകുമ്പോൾ ചാർജ് ഇല്ലയെന്ന് കണ്ടു കഴിഞ്ഞാലും നമ്മൾ ബാറ്ററി സേവർ ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ രാത്രി ഒരു 10 മണിയായാലും 11 മണിയായാലും പെട്ടെന്നൊന്നും അത് ഓഫായി പോകുന്നില്ല. അപ്പോൾ അത് ഞാൻ കണ്ടൊരു നല്ലൊരു ഫീച്ചർ തന്നെയാണ് ഈ ഒരു വാച്ചിൻ്റെ അകത്ത്. ഈ ഒരു വാച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൈസ് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിയത് 2000 രൂപക്കാണ് നമ്മൾ ഈ വാച്ച് വാങ്ങിയത്. അപ്പോൾ നമുക്കറിയാം സാധാരണ സ്മാർട്ട് വാച്ചിനെല്ലാം ഒരു 5-6 ആ റേഞ്ചിലാണ് കുറച്ചും കൂടി നല്ല നല്ല വാച്ചുകളെല്ലാം കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 2000 ഉറുപ്പ്യക്ക് മോശമില്ലാത്തൊരു വാച്ചിനാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. പക്ഷേങ്കിൽ ഈ ഒരു വീഡിയോയിനകത്ത് തന്നെ ഒരു ചെറിയൊരു ട്വിസ്റ്റും കൂടിയുണ്ട് ഈ ഒരു വാച്ചിൻ്റെ കേസിൽ. അപ്പോൾ അതും കൂടി നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കുക. കാരണം ഈ ഒരു വാച്ച് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതിന് നിങ്ങൾ എന്തായാലും ആ ഒരു ട്വിസ്റ്റും കൂടി നിങ്ങൾ കണ്ടിരിക്കണം. പിന്നെ ഫ്രണ്ട്സ്, ഈ ഒരു വാച്ചിൻ്റെ അകത്ത് ഞാൻ ഒരു ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നമ്മൾ എടുത്തിട്ട് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചെറുങ്ങനെ ഒരു പണി കിട്ടീനി. അപ്പോൾ അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് ഒരു ദിവസം രാവിലെ ഞാൻ എടുത്ത് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ലൈൻസാണ് കാണുന്നത് വാച്ചിൻ്റെ മുകളിൽ. അപ്പോൾ ആദ്യം കുറച്ച് ലൈൻസേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഞാനത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് നല്ലോണം ലൈൻസ് വന്നിന്. അപ്പോൾ അതെന്തോ ഡിസ്പ്ലേയിൽ എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാച്ച് എവിടെയെങ്കിലും തട്ടുവോ മുട്ടുവോ അല്ലെങ്കിൽ വെള്ളം കയറുമോ അങ്ങനത്തെ ഒരു സംഭവങ്ങളും ഉണ്ടായിട്ടില്ല. ഞാൻ ഈ വാച്ച് കുറച്ചും കൂടി എക്സ്ട്രാ കെയറിലാണ് ഞാൻ കൊണ്ടു നടക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ഒരു സ്പോഞ്ചിൻ്റെ മുകളിലാണ് ഞാൻ വെക്കൽ. കാരണം അടിയിലെല്ലാം നമ്മളെ സെൻസേഴ്സ് എല്ലാം ഉള്ളത് കൊണ്ട് ഡാമേജ് ആയി പോകണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അത്രയും കെയർഫുള്ളായിട്ടാണ് കൊണ്ടു നടക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ഒരു ഡിസ്പ്ലേൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് ലൈൻസ് വരുന്നതാണ് ഞാൻ കണ്ടത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻസ് ഓരോ ദിവസം കൂടുന്നതനുസരിച്ച് ലൈൻസിൻ്റെ എണ്ണവും കൂടുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേയിൽ എന്തോ ഒരു കാര്യമായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാനെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ വാങ്ങിയിട്ട് ഇപ്പോൾ ആകെ ഒരു മാസത്തിന് മുകളിലല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ വാറൻറ്റി ക്ലെയിം ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ ഇവരെ ഫയർബോൾട്ടിൻ്റെ ടീമിനെ കോൺടാക്ട് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ആമസോൺ ത്രൂ തന്നെയാണ് ഞാൻ ഫയർബോൾട്ടിൻ്റെ ടീമിനെ കോൺടാക്ട് ചെയ്തത്. ഞാൻ ആമസോണിനാണ് ഈ വാച്ച് വാങ്ങിയത്. അപ്പോൾ അവർ വഴി തന്നെയാണ് ഞാൻ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ കോൺടാക്ട് ചെയ്ത സമയത്ത് അവർ എനിക്ക് എന്താണ് ഇഷ്യൂ എന്ന്, നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്താണെന്നുള്ളത് ഒരു ഫോം ഫില്ലേറ്റ് അയക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞാനത് ഫോം ഫില്ലേറ്റ് ഞാൻ അയച്ചു കൊടുത്തു. പിന്നെ അതിന് റെസ്പോൺസ് ചെയ്ത ഒരു മെയിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പിക്കപ്പ് ഏജൻറ്റ് വരും. അപ്പോൾ അവർക്ക് നിങ്ങളെ വാച്ച് ഒന്ന് പാക്ക് ചെയ്തിട്ട് നമ്മൾ കൊടുക്കണം. എന്നിട്ട് ഒരു 7 ദിവസത്തിനുള്ളിൽ തന്നെ റീപ്ലേസ്മെൻറ്റ് നടക്കുന്നതാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 4 ദിവസമായി. എനിക്കിപ്പോൾ ആരും കാണുന്നൊന്നുമില്ല വന്നിട്ട് പിക്കപ്പ് ഏജൻറ്റിനെ. പക്ഷേ എന്തായാലും വരും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇത് കൊടുത്തിട്ട് ബാക്കി എന്തെല്ലാം സംഭവിക്കുന്നതെന്നുള്ളത് ഞാൻ വീഡിയോസിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് റീപ്ലേസ്മെൻ്റ് ആയിട്ട് കിട്ടുന്നതെന്നുള്ളതെല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്ന കേസിൽ ഫയർബോൾട്ടിൻ്റെ ടീം എങ്ങനെ നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്നതെന്നുള്ളതെല്ലാം നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ വരും വീഡിയോസിൽ നമ്മൾ എന്തായാലും അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട് തന്നെ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.